കമ്പറശകന്റെ മുറുകട്ടടി പെണ്ണേ. അടി വിളയാടി കാവിള തിരുവരങ്ങിൽ നടനമാടും ശിവപദങ്ങൾ തേടി ശ്രുതി തുളുമ്പും ഡമരുകത്തിൽ ഹൃദയതാളം തേടി വരിക വരദേ വസന്തലതികെ പകൽ വിളിക്കുന്നു. തിരുവരങ്ങിൽ നടനമാടും ശിവപദങ്ങൾ തേടി. വസന്തതടത്തിൽ ശുഭസഞ്ചരസാദമരത്തിൽ മൃദുവാമൊരു മന്ത്രജപത്തിൽ ഹിമചന്ദന ഗന്ധമാർന്ന നറുചുണ്ടിലുണർന്നു പടർന്നു വിടർന്നതു നിൻവിരഹാതുര വിസ്മയമോ സഖീ. ശ്രീ പാർവതി തിരുവരങ്ങിൽ നടനമാടും ശിവപദങ്ങൾ തേടി. മൃദുമാംഗവിലാസവിലാസം ശുഭരാസവിലാസവിലാസം മൃദുവാമൊരു മന്ത്രവിലാസം ശുഭവൃന്ദമാതുണരും എന്നു പടർന്നു വിടർന്നതും നിൻ പ്രണയാർണവനിർവൃതിയോ സഖീ.
ശ്രുതി തുളുമ്പും തമരുകത്തിൽ ഹൃദയതാളം തേടി വരിക വരദേ വസന്തലതികെ പകൽ വിളിക്കുന്നു പ്രണയമാകുമൊരഗ്നിയിൽ നീ ഉരുകിയുണരുന്നു തിരുവരങ്ങിൽ നടനമാടും ശിവപദങ്ങൾ അനഘ, എന്താ പറ്റിയ? കഴിഞ്ഞോണ ഗോൾഡൻ മൈക്കൊക്കെ വാങ്ങി പോയിട്ട് ടെൻഷൻ വീണ്ടും ടെൻഷൻ എടുത്ത് തലേ വെച്ചിട്ടുണ്ട്. അത് ഞാന് റിഹേഴ്സലിന് പാടി നോക്കിയപ്പോഴേ അവിടെ കുറച്ച് ഹൈയിൽ പോണ ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അവിടെ എനിക്ക് കിട്ടിയില്ല, പിച്ച് ചേരാത്ത പോലെ ഇങ്ങനെ തോന്നി. അപ്പൊ പിന്നെ അതായി മൈൻഡില്. പിന്നെ അത് കൃത്യമായി സംഭവിക്കുകയും ചെയ്തു, ചേർന്നില്ല. ഓക്കെ, ചോദിക്കാം നമുക്ക്. MG സാർ. അനഘ, ഇത്തിരി പ്രയാസമാണ് ഈ സോങ് പാടാൻ. കാരണം അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് ഉണ്ട്. പക്ഷെ തുടക്കത്തില് അനഘ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള പോർഷൻ തുടക്കത്തില. അത് മേളില് ശ്രുതി അങ്ങോട്ട് കൃത്യമായിട്ട് ചേർന്ന്. ഇപ്പൊ ഒന്ന് പാടിയാൽ ശരിയാവൂ? പോട്ടെ. അവിടെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് മൂന്നുകൂടെ മുറിച്ച് വെച്ചപ്പോ ശരിയായി. ചേർന്ന് വന്നാ നന്നായിരുന്നു. ഇത്തിരി പ്രയാസമാണ് അത് പാടാൻ. കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീഷൻ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പ്രശ്നമുണ്ടാകും. അതുപോലത്തെ കുറേ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും അത് വന്നതിന് ശേഷം കുറേ സ്ഥലങ്ങൾ പിന്നെ വരികൾ മറന്നുപോയി അല്ലേ. എന്തായാലും നല്ലൊരു പാട്ടാണ്. പിന്നെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇത് പാടണമെന്നുണ്ടെങ്കിൽ കഴിവ് വേണം, വേണ്ടേ? അപ്പോൾ നല്ലൊരു ജ്ഞാനവും പാടാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പാടാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ദാറ്റ് വേ യു പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് യു ക്യാൻ സിംഗ് ദാറ്റ് സോങ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പാടിയപ്പോഴത്തേക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി. സാരമില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, യു ആർ എ വെരി ഗുഡ് സിംഗർ. ഒരു നല്ല ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ്. ഓക്കെ, എന്തായാലും ഈ പാട്ട് ഇന്നത്തെ അറിയാമല്ലോ, എങ്ങനെ പാടി എന്നുള്ള സ്വന്തമായിട്ട് അറിയാമല്ലോ. അത് മതി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ജതി, ഒരു രക്ഷയില്ല. ഞാൻ കുറെ നേരമായിട്ട് അങ്ങോട്ടൊക്കെ നോക്കായിരുന്നു. അവിടെ ആണോ പറയുന്നത് അതോ നമ്മുടെ ഇദ്ദേഹമാണോ? അവിടെ നിന്നുകൊണ്ട് എന്തോ ഡയലോഗൊക്കെ പറഞ്ഞല്ലോ, സഞ്ജയ് ആണോ? ഇത് ആരുമല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തെ ഇനി അങ്ങനത്തെ ഫ്ലൂട്ട് വായിക്കുന്ന അദ്ദേഹമാണോ? അതുമല്ല. പിന്നെ ഇങ്ങനെ തെരഞ്ഞു വന്നപ്പോഴാണ് ഒരു എന്നൊക്കെ പറഞ്ഞത്. ഓ, ഞാൻ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെ പറയുന്നു കേട്ടോ. ഞാൻ ഒരുപാട് ഇതുപോലെ ജതി ചൊല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, മേരെ ഡോലിന. പക്ഷേ ശ്രീജിത്ത് ഒരു രക്ഷയില്ല കേട്ടോ, നമിക്കുന്നു. ആഹാ, പളുങ്ക് പോലിരുന്നു, പളുങ്ക്. ശരത് സർ. അനഘ, സർ, മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ അണ്ണാച്ചിയുടെ. അണ്ണാച്ചി, നിങ്ങൾ ആരും കാണാതെ പല ചതിക്കുഴികളും ആ കോമ്പസിഷൻ്റെ ഇടയ്ക്ക് കുഴിച്ചിട്ടിട്ടുണ്ട് വീണ് മരിക്കാൻ. അതിതൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഠിനം. അല്ല, പിന്നെ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ 2 ഗോൾഡൻ മൈക്ക് കിട്ടിയ ആളുകൾ നിന്ന് ഒരേ വേദിയിൽ, അതൊരു വലിയ സംഭവമാണ്. ഗോൾഡൻ മൈക്കിന്റെ മഹാസമ്മേളനമാണെന്ന് തോന്നുന്നു. അതല്ല, ലിറിക്സ് മറക്കാനുള്ളതിന്റെ ഒരു റിഹേഴ്സൽ അനുപല്ലവിയിലെ തുടങ്ങി ചെറിയ തോതിൽ.
നൈസ്. അപ്പോഴേ എനിക്ക് തോന്നി അടുത്തത് അത് പ്രാവർത്തികമാക്കുമെന്ന്. കൃത്യമായിരുന്നു. അത് കുഴപ്പമില്ല, എന്തെങ്കിലും പാടിയല്ലോ. പക്ഷേ പാട്ടൊന്ന് ലിറിക്കൊക്കെ മറന്നു പോയാലും നമ്മളങ്ങ് ക്ഷമിക്കും. പക്ഷേ ആ മ്യൂസിക് കണ്ടന്റ് എന്നുള്ളത് അതൊരു ശുദ്ധമായിരിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു പളുങ്കിനെ കുറിച്ചാണ്. ശ്രീജിത്ത് അസാധ്യ കാര്യം. പാലക്കാട് ശ്രീറാമല്ലേ പറഞ്ഞേക്കുന്നത് ഈ കൊന്നക്കോലിൽ. പാലക്കാട് ശ്രീറാമിനെ പറ്റി പറയണ്ട, രാക്ഷസൻ. ഇത് എന്തും കൈകാര്യം ചെയ്യും. നമുക്ക് അത് ആ കൊന്നക്കോലൊന്ന് കേൾക്കണം. ഞങ്ങൾക്ക് സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീജിത്ത് സൂപ്പർ. നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിനും കുറേ സന്തോഷം. പക്ഷെ അത് ശരിയാക്കിക്കൊള്ളണം കേട്ടോ. ശരിയാക്കുവോ? ഷാനിക്ക, ഞാനിങ്ങനെ ശ്രീജിത്ത് ഭായിയുടെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണല്ലേ. മലയാളികൾ, കേരളം, സൂപ്പർ സ്റ്റാർ സീനിയർ, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രസൻസിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു ഇതാണ്. ആയി കലക്കി ഒരു രക്ഷയില്ലേ. അനഘ, അനഘ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം. അനഘ, യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ് കേട്ടോ. അനഘ ഉഗ്രൻ സിംഗറാണ് അനഘ. അത് കഴിഞ്ഞോടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്നു. കാരണം ട്രെമൻഡസ് ഇംപ്രൂവ്മെൻ്റ് ആണ് അനഘ ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് അനഘയുടെ ടീമിലടക്കം ഉഗ്രൻ പെർഫോമേഴ്സ് ഉണ്ട്. എല്ലാവരും നന്നായി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ടോപ്പിൽ നിൽക്കുക എന്നുള്ളതാണ് മൈൻഡ് സെറ്റ്. എപ്പോഴും ടോപ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഈ പറഞ്ഞാൽ ഈ വരി മറന്നു പോകാന്നൊക്കെ പറയുന്നത് പഴയ എപ്പിസോഡിലൊക്കെ വരേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇനി വരുത്താതിരിക്കാം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ പറയും. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി അനഘ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തരത്തിലൊരു പാട്ട് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ധൈര്യം വേണം. കാരണം ഇത് മധുചേട്ടൻ പാടിയതും ചിത്ര ചേച്ചി പാടിയതും എല്ലാം തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ട്, കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടല്ലോ, നല്ല സ്പീഡിലാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അത് എടുക്കാൻ തോന്നുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ധൈര്യമാണ്. അതിനൊരു വലിയൊരു കയ്യടി. പിന്നെ കുറച്ചുകൂടി ഒരു പ്രാക്ടീസ് ഇതിനാവശ്യമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം മോളുടെ ആലാപൊക്കെ സംഗതികളൊക്കെ വരുന്നുണ്ട് മോൾക്ക്. അതിപ്പോൾ രണ്ടാമത് പാടിക്കുമ്പോൾ നന്നായി പാടുന്നുണ്ട്. പക്ഷെ ആ ടേക്കിൽ അത് എന്തോ അത് വന്നില്ല. പോട്ടെ, സാരില്ല, നമുക്കതിനി ശരിയാക്കി എടുക്കാം. നെക്സ്റ്റ് നമ്മുടെ അടുത്ത റൗണ്ടുകളിലൊക്കെ നന്നാവാൻ സാധിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സാർ 8.8. താങ്ക് യു സാർ. ശരത് സാർ 8.8. താങ്ക് യു സാർ. ഷാനിക്ക, ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കെ, സോ ടോട്ടൽ 17.6. ഇനി വരി മറന്നു കഴിഞ്ഞാൽ നല്ല അടി ഇവിടെ വെച്ച് തന്നെ തരും ഞങ്ങൾ.